ജീവിതത്തിൽ ശരീരം എന്നത് വെറുമൊരു മാധ്യമം മാത്രമാണ്. അതിനൊരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ പോലെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവരിൽ അപൂർവം ചിലരാണ്. എന്നെ നോക്കി ഞാൻ വളരെയധികം ജീവിതം ആഘോഷിക്കുന്ന ഒരാളാണ്. അത് മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതം അത് നമ്മുടേതാണ്. അതങ്ങനെ വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഗൗരി നിനക്ക്? മിഴിഞ്ഞ കണ്ണുകളുമായി തൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്നവളെ നോക്കി ഒട്ടൊരു ചിരിയോടെ കിരൺ ചോദിച്ചതിനൊരു പുഞ്ചിരി മാത്രമായിരുന്നു ഗൗരിയുടെ മറുപടി. എൻ്റെ ഗൗരിയെ, വല്ലപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കടോ. തൻ്റെ ശബ്ദം ഇടയ്ക്കെങ്കിലും ഞാനൊന്ന് കേട്ടോട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരാഴ്ചയായില്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ ശബ്ദം കേട്ടത് വിരലിലെണ്ണാവുന്ന തവണ മാത്രമാണ്. തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളുടെ മനോഹരമായ ചുണ്ടുകളിലേക്ക് നോക്കി കിരൺ പറഞ്ഞതിനും ഒരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. ഗൗരിയെ, പരിഭവത്തോടെ കിരൺ വിളിച്ചതിന് മുത്തുപൊഴിയും പോലെ ഗൗരി ചിരിച്ചു. എനിക്കേറെ ഇഷ്ടം മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനാണ് കിരണേട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞത് കേട്ട് ഇത്തവണ പുഞ്ചിരിച്ചത് കിരണായിരുന്നു. ജീവിതം ആഘോഷമാക്കി ജീവിച്ച തനിക്ക് തൻ്റെ വീട്ടുകാർ കണ്ടെത്തിയ പെൺകുട്ടി ഗൗരി. അവളുടെ ഇടതിങ്ങി പീലി നിറഞ്ഞ നീണ്ട കണ്ണുകളിലും ഇളം പുഞ്ചിരിയോടെ എപ്പോഴും പ്രസന്നമായിരിക്കുന്ന ഭംഗിയുള്ള മുഖത്തും കിരൺ വെറുതെ നോക്കിയിരുന്നു. തന്നെപ്പോലെ ഒരുവന് ചേർന്നതാണോ ഇത്രമേൽ നിഷ്കളങ്കയും പരിശുദ്ധയുമായൊരു പെൺകുട്ടി? അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. MBA റാങ്ക് ഹോൾഡറായ തനിക്ക് നാട്ടിലെ പപ്പയുടെ ബിസിനസ് നോക്കി നടത്തേണ്ട കാര്യമേ ഉള്ളൂ. പുറത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ താൻ പപ്പയുടെ പിറകെ പോകാതെ ഇവിടെ ഈ ബാംഗ്ലൂരിൽ തന്നെ ജോലി കണ്ടെത്തിയത് ജീവിതം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇതുവരെ ജീവിച്ചതും. പെൺസുഹൃത്തുക്കളായാലും രാത്രികൾക്ക് വില പറഞ്ഞുറപ്പിച്ച് വരുന്നവരായാലും അനേകം സ്ത്രീകൾ കടന്നു പോയിട്ടുണ്ട് തൻ്റെ ഈ ജീവിതത്തിലൂടെ. ആരെയും നിർബന്ധിച്ചിട്ടില്ല, കീഴടക്കിയിട്ടും മനസ്സോടെ വരുന്നവർ മാത്രം. അതൊന്നും ഒരു തെറ്റായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഭാര്യയായിട്ട് കൂടി ഒരു ഭർത്താവിൻ്റെ എല്ലാ അധികാരത്തോടെയും ഗൗരിയെ നേടാമെന്നിരിക്കെ കിരണിന് ഈ കഴിഞ്ഞു പോയ ഒരാഴ്ചയായിട്ടും അവളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തോ ഒന്നവനെ അവളിലേക്ക് എത്താതെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അവളിലെ നിഷ്കളങ്കതയാവാം. അതുമല്ലെങ്കിൽ തന്നെപ്പോലെ ഒരുവന് വന്നു ചേരേണ്ടവളല്ല അവളെന്ന ചിന്തയാകാം. ഒരു പനിനീർ പുഷ്പത്തെ കള്ളിമുൾ ചെടിക്കിടെ വലിച്ചെറിഞ്ഞ പോലെ തോന്നിയവന് ഇന്നാണ് അവളും ഒന്നിച്ച് ബാംഗ്ലൂരിലേക്ക് തിരികെ അവൻ വന്നത്. അത്ഭുതത്തോടെ തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ ഓരോന്നും മനസ്സിൽ പതിപ്പിക്കുന്നവളെ വെറുതെ നോക്കി നിന്നു കിരൺ കുറച്ചു നേരം. ഒടുവിൽ അവളോട് തൻ്റെ ഇതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ശ്രദ്ധിച്ചത് അതെല്ലാം അറിയുമ്പോൾ അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളായിരുന്നു. തന്നോടവൾക്ക് വെറുപ്പാകുമോ എന്ന ചിന്ത അവനിൽ നിറഞ്ഞു നിന്നെങ്കിലും അവൾ ഒരിക്കൽ പോലും മുഖം ചുളിച്ചില്ല. ചുണ്ടിലെ പുഞ്ചിരി മായിച്ചതും ഇല്ല എന്നതവൻ ശ്രദ്ധിച്ചു. ഗൗരി, ജീവിതം ഇങ്ങനെ പലവിധ സന്തോഷങ്ങൾ നിറഞ്ഞതാണ്. അതനുഭവിക്കാനൊരു അവസരം വരുമ്പോൾ വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ല. തനിക്ക് താൻ ആഗ്രഹിക്കും പോലെ ജീവിക്കാം. ഞാൻ ഒരിക്കലും തടയില്ല. അതുപോലെ താൻ എന്നെയും തടയാനോ നിയന്ത്രിക്കാനോ വരരുത്. അസുഖം വരുമ്പോൾ ചികിത്സിക്കും പോലെ, വിശക്കുമ്പോൾ കഴിക്കുന്നത് പോലെയാണിത്. അവൻ പറയുന്നതിന് ഓരോന്നും മിണ്ടാതെ തലയിളക്കിക്കൊണ്ടിരുന്നവൾ നല്ലൊരു ശ്രോതാവായി ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഗൗരിയുടെ ജീവിതം പഴയതുപോലെ തന്നെ ശാന്തമായി തുടർന്നെങ്കിലും കിരണിൻ്റെ മനസ്സമാധാനം പൂർണ്ണമായി തകർന്നിരുന്നു. ശരീരസുഖം നൽകി സ്ത്രീകളെ രതിയുടെ ഉന്നതങ്ങളിൽ എത്തിച്ചിരുന്ന കിരണിന് ഒരിക്കൽ പോലും ഗൗരിയിൽ ആധിപത്യം നേടാനായില്ല. കിരണിൻ്റെ ആവശ്യങ്ങൾക്ക് പൂർണ്ണ മനസ്സോടെ വിധേയായിക്കൊണ്ടിരുന്ന ഗൗരിയുടെ കടഞ്ഞ ശില്പഭംഗിയുള്ള നഗ്ന ശരീരവും അവളിലെ പുഞ്ചിരിയും ഓരോ തവണയും കിരണിലെ പുരുഷനെ തളർത്തിക്കൊണ്ടിരുന്നു. മുമ്പ് തേടി വന്നവരെ തിരികെ തേടിയവൻ ചെന്നെങ്കിലും അവിടെയും പരാജയമായപ്പോൾ അവരിൽ പലരും അവനെ അമ്പരപ്പോടെ നോക്കി. കാരണം അവനിലെ പുരുഷന്റെ കഴിവും കരുത്തും പലതവണ അറിഞ്ഞവരായിരുന്നു അവർ. തനിക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ കിരൺ പതറിയിരുന്ന നാളുകളിൽ അവനെ തേടി അവൻ്റെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയുടെ വിളിയെത്തിയതും ഭയന്നു പോയവൻ പ്രാണൻ കയ്യിൽ പിടിച്ചെന്ന വണ്ണം ഓടി ഹോസ്പിറ്റലിലെത്തുമ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ മിഴികൾ. മുന്നിലുള്ള പലതും കണ്ണു നിറഞ്ഞ് കാണാൻ പറ്റാത്ത അവസ്ഥ. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേ കണ്ടത് ഫ്ലാറ്റിലെ തങ്ങളെ അറിയുന്ന പലരെയുമായിരുന്നു. ഗൗരി അവർക്കെല്ലാം അത്രയും പ്രിയങ്കരിയാണ്. ജീവനുണ്ടോ എന്ന് പോലും സംശയിക്കും വിധം ICUവിന് മുന്നിൽ കിരൺ നിൽക്കാൻ തുടങ്ങിയിട്ട് 2ാം ദിനമാണ്. അകത്ത് കുത്തേറ്റ് കിടക്കുന്ന ഗൗരിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. കിരണിൻ്റെ നിൽപ്പും ഗൗരിയുടെ അവസ്ഥയും ഓർത്ത് അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം പ്രാർത്ഥന അവൾക്കുണ്ടായിരുന്നു.
കിരൺ ജോലിക്ക് പോയതിനു ശേഷം ഫ്ലാറ്റിന് താഴെയുള്ള ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങി വരും വഴിയാണ് അതേ ഫ്ലാറ്റിലെ മദ്യപിച്ച് ബോധം നശിച്ചിരുന്ന 2 ചെറുപ്പക്കാർ അവളെ ആക്രമിച്ചത്. അവരിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ഗൗരിയെ പിടിച്ചവർ ജനറേറ്റർ റൂമിൽ കയറ്റി കതകടച്ചു. അത് കണ്ട സെക്യൂരിറ്റി ഒച്ച വെച്ച ആളെ കൂട്ടി വാതിൽ തുറന്നപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ച് പിടഞ്ഞു കിടക്കുന്ന ഗൗരിയെയും പകച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരെയുമാണ്. അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗൗരി തന്നെയാണ് അവിടെയുള്ള കമ്പി സ്വന്തം വയറ്റിലേക്ക് കുത്തിയിറക്കിയത് എന്നറിഞ്ഞ കിരണിലൊരു വിറയൽ പടർന്നു. ഉള്ളിൽ നിന്നും ആർത്തു വന്നൊരു കരച്ചിലിനെ അവൻ ചുണ്ടുകൾ കൂട്ടിയമർത്തി തടഞ്ഞു. നിറയുന്ന കണ്ണുകളുമായി തളർന്നു കിടക്കുന്ന ഗൗരിയെ നോക്കിയൊന്ന് ചിരിച്ചു കിരൺ. നീണ്ട 4 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണവളെ അവൻ അടുത്തു കാണുന്നത്. നിറം മങ്ങിയൊരു ചിരിയോടെ തന്നെ നോക്കിക്കിടക്കുന്നവളെ കണ്ടപ്പോൾ ഉള്ളിലമർത്തിയ കരച്ചിൽ പുറത്ത് ചാടി കിരണിൽ നിന്നും. എന്തിനാ മോളെ നീ ഇങ്ങനെയൊന്ന് ചെയ്തത്? ജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നും. ഒന്ന് കുളിച്ചാൽ തീരുന്ന കാര്യത്തിന് ഇങ്ങനെ ജീവനെടുക്കോ ആരെങ്കിലും? കിരൺ കരഞ്ഞുകൊണ്ട് ചോദിച്ചതും ഗൗരി അവൻ്റെ കൈപിടിച്ചു. എനിക്കെൻ്റെ ശരീരവും മാനവും എൻ്റെ ജീവനേക്കാൾ വലുതാണ് കിരണേട്ടാ. കിരണേട്ടനല്ലാതെ മറ്റൊരാൾ തൊട്ടനുഭവിച്ചറിഞ്ഞ ശരീരവുമായി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ വയ്യ. പറ്റുന്നവരുണ്ടാകും, പക്ഷേ എനിക്ക് വയ്യ. ഈ ജന്മം കിരണേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ. മരിച്ചു പോകും ഞാൻ ഇനിയാണെങ്കിലും. കരഞ്ഞുകൊണ്ടാണെങ്കിലും ഉറച്ച ശബ്ദത്തിൽ ഗൗരി പറഞ്ഞത് കേട്ട് പുൽക്കൊടിയോളം അവൾക്ക് മുന്നിൽ ചെറുതായി പോയത് കിരണായിരുന്നു. ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് മാസങ്ങളും വർഷങ്ങളുമായി മാറുന്നത്. ഇന്ന് കിരണിൻ്റെയും ഗൗരിയുടെയും മോൾ ലക്ഷ്മിക്കുട്ടിയുടെ 1ാം പിറന്നാളാണ്. നിറഞ്ഞ സന്തോഷത്തോടെ ഗൗരിക്കും മകൾക്കും മാതാപിതാക്കൾക്കുമൊപ്പം ആ സദസ്സിൽ നിൽക്കുമ്പോൾ കിരൺ പുതിയൊരാളായിരുന്നു. ബാംഗ്ലൂർ ഉപേക്ഷിച്ച് പപ്പയ്ക്കൊപ്പം ബിസിനസ് നോക്കി നടത്തുന്ന അവൻ ഇപ്പോഴറിയാം ഒരു മനുഷ്യനെങ്ങനെ സ്വന്തം കുടുംബത്തെ സ്നേഹിച്ച് അവർക്കൊപ്പമിരുന്ന് ഈ ലോകത്തെ എല്ലാ സന്തോഷവും അനുഭവിക്കാൻ കഴിയുമെന്ന്. അവനിന്ന് ഗൗരിയുടെ മാത്രം കിരണാണ്. സ്വന്തം ജീവൻ വെച്ച് ആ പാഠം അവന് പഠിപ്പിച്ചു കൊടുത്തത് ഗൗരിയും. ജീവിക്കട്ടെ അവർ, ഒരാൾക്കൊരാൾ തുണയായി ഈ ജീവിതം മുഴുവനും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.